കണ്ണുടയ വള്ളലാരുടെ ഒഴിവിലൊടുക്കം 4-ാം അധ്യായത്തിലെ മറ്റൊരു വെൺപായിലേക്ക് നാം പ്രവേശിക്കുന്നു. സൗഖ്യാതീത പദം കൊതിച്ച് ക്രിയ ചെയ്തെന്നാൽ ചിരിക്കില്ലയോ ലോകം. സൗഖ്യാതീതം ഉറക്കമൂന്നി നടകൊണ്ടുന്നോനെ മുൻകണ്ട പോൽ ശാസ്ത്രം പൂജ സമാധി യജ്ഞം ഏതുമേ തൽബോധരാഗങ്ങൾ തൻ ഗോത്രത്തിൽപ്പെടും. ഒക്കെ മായ അതിന് ഉള്ളേറും വികാരങ്ങൾ താൻ. അപ്പോൾ ശാസ്ത്രം പൂജ സമാധി യജ്ഞം ഇതെല്ലാം ഏതുപോലെയാണ്? തൽബോധരാഗങ്ങളാണ്. ഇതൊക്കെ ജീവബോധപ്പറ്റോടുകൂടി ചെയ്താൽ അവ ഒരിക്കലും ഫലം കാണുകയില്ല. ഇതെല്ലാം ഉള്ളിലെ വികാരങ്ങളെ മായാബദ്ധമാക്കി മാറ്റുന്ന ക്രിയകളായിട്ടത് മാറും. അപ്പോൾ എന്താണ് വേണ്ടത്? സൗഖ്യാതീത പദത്തിലാണ് എത്തിച്ചേരേണ്ടത്. ഇതാ നോക്കൂ, സൗഖ്യാതീത പദം കൊതിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? സൗഖ്യാതീതമായ സുഖമാണ്. സുഖത്തിനും അതീതമായ സുഖം, സൗഖ്യത്തിനും അതീതമായ നില, അതായത് നിജസ്വരൂപാനന്ദം. ഈ നിജസ്വരൂപാനന്ദം കൊതിച്ചിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത്? ക്രിയ ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ കർമ്മങ്ങളും ഓരോരോ ക്രിയകളും ഓരോരോ പൂജാവിധികളും എല്ലാം ചെയ്യുന്നവർ എന്തിനു വേണ്ടിയിട്ടാണ്? സൗഖ്യാതീത പദമായ ആനന്ദത്തെ കൊതിച്ചിട്ടാണ്, നിത്യസുഖത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവർക്കത് കിട്ടുന്നില്ല. കാരണം എന്താ? ജീവബോധപ്പറ്റിൽ നിന്നുകൊണ്ടാണ് അവർ ഈ ക്രിയകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ജീവബോധപ്പറ്റ് മാറാതെ, അതായത് കർമ്മങ്ങൾ ഒടുങ്ങാതെ ഒരിക്കലും ഈ സൗഖ്യാതീത പദത്തിലേക്ക് എത്തിച്ചേരില്ല. ഇത് കണ്ടാൽ ജ്ഞാനികൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർമ്മഠരായി കർമ്മം ചെയ്യുന്നവർ സൗഖ്യാതീതമായ തലത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിച്ച് നിരന്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സത്യത്തിൽ ജ്ഞാനികൾ അത് കണ്ട് ചിരിക്കുകയാണ്. ഇതാ നോക്കൂ, ഏതുപോലെയാണെന്ന് നോക്കൂ. ഉറക്കമൂന്നി നടകൊണ്ടുന്നോനെ മുൻകണ്ട പോൽ. ഉറക്കം വരുന്ന ഒരുത്തൻ എന്താണ് ചെയ്യേണ്ടത്? ശയ്യയെ അവലംബിക്കുകയാണ്. ഉറക്കം വരുമ്പോൾ നാം കിടക്കയിൽ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കിടന്നുറങ്ങാം. അങ്ങനെ ചെയ്യാതെ നടകൊണ്ടാൽ, നടന്നുകൊണ്ടിരുന്നാൽ എങ്ങനെ ഉറക്കം വരും? ഉറക്കം വരില്ല. ഉറക്കം വരുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു ശയ്യയിൽ നാം കിടക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത്രമേ സ്വാഭാവികമായിട്ട് ഉറക്കം വരും. പക്ഷേ ഉറക്കം വരുന്ന ഒരാൾ നിരന്തരം നടന്നുകൊണ്ടിരുന്നാൽ അയാൾക്ക് ഒരിക്കലും ഉറങ്ങാൻ കഴിയില്ല. അതേപോലെയാണ് ഈ കർമ്മികൾ. അവർക്ക് നിത്യസൗഖ്യം, സൗഖ്യാതീതമായ പദത്തിൽ എത്തിച്ചേരണമെന്ന് കരുതിയിട്ട് അവർ കർമ്മം ചെയ്യണം. ഈ കർമ്മങ്ങളെ ഉപേക്ഷിക്കുകയാണ്, ഈ കർമ്മങ്ങളിൽ നിന്ന് മുക്തി നേടിയാണ് സാധകൻ ആദ്യം ചെയ്യേണ്ടത്. കർമ്മങ്ങൾ ഒരിക്കലും സൗഖ്യാതീത പദത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കില്ല. അതിനുള്ള ആ ഹൃദയശുദ്ധി വരുത്താൻ അതൊക്കെ സഹായിച്ചേക്കാം. പക്ഷേ സൗഖ്യാതീത പദത്തിലേക്ക് എത്തിച്ചേരാൻ ഈ കർമ്മങ്ങൾ ഒരിക്കലും സഹായകമാകില്ല. ശാസ്ത്രം പൂജ സമാധി യജ്ഞം ഏതുമേ ഇതിനെല്ലാം തടസ്സം തന്നെയാണ്. ഇതിന് സൗഖ്യാതീതമായ പദത്തെ പുൽകുന്നതിന് തടസ്സമാണ്. അപ്പോൾ കണ്ണുടയ വള്ളലാർ പറയുന്നത് ശാസ്ത്രങ്ങളും പൂജയും സമാധിയും യജ്ഞവും ഏതുമേ ഈ
സൗഖ്യാതീത പദത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുകയില്ല എന്നാണ് കണ്ണുടയ വള്ളലാർ പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. സാധാരണ ഏറ്റവും ഉന്നതമായ തീവ്രപക്വന്മാർക്കുള്ള ഉപദേശമാണിത് എന്നുകൂടി ഓർക്കുക. തീവ്രപക്വന്മാർ, അതായത് സിദ്ധികൾ അല്ലെങ്കിൽ സാധനയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിച്ചേർന്ന തീവ്രപക്വന്മാർക്ക് ശാസ്ത്രം ഉപേക്ഷിക്കാം, പൂജ ഉപേക്ഷിക്കാം, സമാധി സുഖം ഉപേക്ഷിക്കാം, യജ്ഞം ഇതെല്ലാം ഉപേക്ഷിക്കാം. കാരണം ഇതിനെല്ലാം അപ്പുറത്തേക്ക് സാധകൻ തീവ്ര പക്വനിലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവന് എന്താണ് വേണ്ടത്? ഈ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് താനായി ഇരിക്കുക മാത്രം ചെയ്താൽ മതി. അവർക്ക് അജ്ഞാനം തന്നെ ഇല്ല. അജ്ഞാനമെന്ന തോന്നൽ പോലും അവർ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ആ തോന്നലേ ഇല്ല. പിന്നെ എന്തു മാത്രമേ ഉള്ളൂ? ജ്ഞാനം മാത്രമേ ഉള്ളൂ, അറിവ് മാത്രമേ ഉള്ളൂ. അവർ അറിവിൻ്റെ സ്വരൂപമായിരിക്കാനാണ് ആഗ്രഹിക്കുക. അങ്ങനെ അറിവിൻ്റെ സ്വരൂപമായിരിക്കുന്നവർക്ക് സൗഖ്യാതീതമായ പദത്തിൽ എത്തിച്ചേരാൻ കഴിയും. അവർക്ക് പൂജ, സമാധി, യജ്ഞം ഏതുമേ ആവശ്യമില്ല. അതെല്ലാം മായയാണ്, കർമ്മത്താൽ ബദ്ധമാണ്. കർമ്മത്താൽ ബദ്ധമായ ഒരു ക്രിയകളും ഒരിക്കലും സാധകനെ സൗഖ്യാതീതമായ തലത്തിലേക്ക് എത്തിച്ചേരില്ല എന്നാണ് കണ്ണുടയ വള്ളലാർ ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ജീവബോധം ഒഴിഞ്ഞുണ്ടാവുന്ന നിത്യസുഖത്തിന് ആഗ്രഹിക്കുന്നവർ ഇന്ദ്രിയാദി വികാരങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കാതെ അവയെ ഊട്ടാൻ കൂട്ടുപിടിച്ച് കർമ്മങ്ങൾ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ജീവബോധം വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ദ്രിയ വികാരങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കാതെ അതിനെ വളർത്തുന്ന കർമ്മങ്ങൾ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ജീവബോധം വർദ്ധിച്ച് വരും. നമുക്ക് ജീവബോധ പറ്റിനെയാണ് ഒഴിവാക്കേണ്ടത്. അറിവുള്ളവർക്കിതറിയാം, അവരിത് കാണുമ്പോൾ ചിരിക്കും. കർമ്മികൾ സ്വകർമ്മങ്ങളാൽ ബന്ധവിനിർമുക്തി എന്ന ലക്ഷ്യപ്രാപ്തിയിൽ നിന്ന് അകന്നകന്ന് പോകുന്നു. അവർ ഉറങ്ങാൻ ആഗ്രഹിച്ചിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കർമ്മികൾ ഉറങ്ങാൻ ആഗ്രഹിച്ചിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഉറക്കം എന്ന് വെച്ചാൽ എന്താണ്? സൗഖ്യാതീതമായ നിലയെ പ്രാപിക്കുക എന്നുള്ളതാണ്. സൗഖ്യാതീതമായ നിലയിൽ എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? കർമ്മങ്ങളിൽ നിന്ന് നിർമുക്തമാകണം. അതല്ലാതെ വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് സൗഖ്യാതീതമായ പദത്തെ പുൽകാൻ കഴിയില്ല എന്നാണ് ഇവിടെ കണ്ണുടയ വള്ളലാർ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത്. അപ്പോൾ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്: ജീവബോധപ്പറ്റ് മാറണമെങ്കിൽ നാം എന്തു ചെയ്യണം? ഈ കർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടണം. കർമ്മങ്ങൾ ഒടുങ്ങാതെ, കർമ്മങ്ങളെ തള്ളിക്കളയാതെ ഒരിക്കലും ജീവൻ മുക്തി അഥവാ ആത്മസുഖം അനുഭവിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇത് തന്നെ നിത്യാനന്ദ ഭഗവാൻ ചിദാകാശ ഗീതയിലും വിവരിക്കുന്നുണ്ട്. നമുക്കതും കൂടെ നോക്കാം കേട്ടോ. ചുക്കാനില്ലാത്ത തോണിയെ ഉദ്ദിഷ്ടസ്ഥാനത്ത് എത്തിക്കാൻ കഴിയുകയില്ല. കപ്പൽ നയിക്കുന്നത് ആവിശക്തിയാലും കപ്പിത്താൻ്റെ യുക്തിയാലുമാണ്. തോണി കപ്പൽ പോലെ പോകുന്നതല്ല. സന്യാസി കപ്പൽ പോലെയാണ്. ലോകം മുഴുവൻ തന്നുള്ളിൽ ഒതുക്കിയവൻ കപ്പൽ പോലെയാണ്. ലോകത്തിലിരിക്കുന്നവൻ തോണി പോലെയും. കപ്പലിന് നേർവഴി കാട്ടുന്ന ദീപം അതിൻ്റെ പാമരത്തിന്മേലാണ്. അതേപോലെയാണ് സന്യാസിക്ക് ബ്രഹ്മരന്ധ്രം. സന്യാസിയുടെ മനസ്സ് ഹൃദയാകാശത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. ഒരു പശുവിന് കുതിരയെ പോലെ ഓടാൻ കഴിയില്ല.
ആത്മാവിൽ ലയിച്ച മനസ്സിൻ്റെ അധിപതി കുതിരയെ പോലെയാണ്. ലൗകികത്തിൽ ഇരിക്കുന്ന മനസ്സിൻ്റെ ഉടമ പശുവിനെ പോലെയാണ്. അപ്പോൾ ഈ കർമ്മികൾ എങ്ങനെയാണ്? പശുവിനെ പോലെയാണ്. ഏത്? ലൗകികത്തിൽ ഇരിക്കുന്ന മനസ്സിൻ്റെ ഉടമയാണ് അവർ. അതായത് ജീവബോധപ്പറ്റിലിരിക്കുന്ന ലൗകികത്തിലിരിക്കുന്ന മനസ്സിൻ്റെ ഉടമയാണ് കർമ്മികൾ. അവർക്ക് ഒരിക്കലും സുഖാതീതമായ തലത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അത് അവർക്ക് അവരെങ്ങനെയുള്ളവരായിരിക്കണം? ഇതാ നോക്കൂ, ആത്മാവിൽ ലയിച്ച മനസ്സിൻ്റെ അധിപതിയായിരിക്കണം. അതായത് താനായി ആത്മാവിൽ ലയിച്ചിരിക്കണം. അവർ ശരിക്കും എന്താണ്? കപ്പൽ പോലെയാണ് എന്നാണ് പറയുന്നത്. അവർ ബ്രഹ്മരന്ധ്രം നോക്കിയാണ് ഈ കപ്പൽ മുന്നോട്ടേക്ക് പോകുന്നത്. ബ്രഹ്മരന്ധ്രം എന്ന് വെച്ചാൽ നിത്യസുഖമാണ്. ബ്രഹ്മരന്ധ്ര വാതിൽ തുറന്നാണ് ഈ നിത്യസുഖത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുക ആദ്യം. അപ്പോൾ ബ്രഹ്മരന്ധ്ര വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന സന്യാസിയെ പോലെയാണ് സാധകൻ ആത്മസ്വരൂപത്തിൽ ലയിച്ചിരിക്കേണ്ടത്. അപ്പോൾ അയാൾക്ക് സുഖാതീതമായ തലത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് പറയുന്നത്. സൂര്യചന്ദ്രപ്രകാശങ്ങളെക്കാളും മഹത്തരമാണ് ആത്മപ്രകാശം. അവിടെ ഉദയാസ്തമനങ്ങളില്ല. ഈ പ്രകാശം സഹസ്രദള പത്മത്തിൽ തന്നെ ദർശിക്കാൻ കഴിയും. ചൂടുമില്ല, തണുപ്പുമില്ല. അതുതന്നെയാണ് പരമാത്മ തേജസ്. ഒരു പശുവിന് കുതിരയെപ്പോലെ ഒരിക്കലും ഓടാൻ കഴിയാത്ത പോലെ ഒരു സംസാരിക്ക് ഈ സന്യാസിയെപ്പോലെ എളുപ്പം നിത്യാനന്ദ പദം പോകുവാൻ കഴിയില്ല. ആത്മാരാമനായി കഴിയുന്ന സാധകന് കുതിരയെപ്പോലെയും ലൗകിക സുഖങ്ങളിൽ അലയുന്ന സംസാരി പശുവിനെ പോലെയുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവബോധപ്പറ്റ് മാറിയ ആൾ ഒരു കുതിരയെ പോലെയാണ്. ജീവബോധപ്പറ്റിൽ ലൗകിക സുഖങ്ങളിൽ അലയുന്ന സംസാരി ഒരു പശുവിനെ പോലെയാണ്. അപ്പോൾ നിത്യാനന്ദ ഭഗവാൻ 2 ഉപമകളിലൂടെയാണ് ചിത്രീകരിക്കുന്നത്. ഒന്ന് കുതിര, ഒന്ന് പശു. കുതിര വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് സുഖാതീതമായ തലത്തിലേക്ക് പാഞ്ഞ് പെട്ടെന്നെത്തും. അതേസമയം പശു പയ്യെ എത്രയോ ജന്മങ്ങൾ കൊണ്ട്, പശു എന്ന് വെച്ചാൽ ഇവിടെ ജീവൻ, സംസാരത്തിൽപ്പെട്ടുഴലുന്ന ജീവനാകുന്ന പശു എത്രയോ ജന്മങ്ങൾ കൊണ്ടാണ് ഈ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ സാധകൻ കുതിരയെ പോലെയാകണമെന്നാണ് നിത്യാനന്ദ ഭഗവാൻ പറയുന്നത്. ഈ ജന്മത്തിൽ ഈ നിമിഷത്തിൽ തന്നെ നമുക്ക് സുഖാതീതമായ തലത്തിലെത്തിച്ചേരണം. അതാണ് ഇവിടെ നിത്യാനന്ദ ഭഗവാൻ നമ്മളോട് പറയുന്ന ദിവ്യമൊഴി. ഓം ശിവായ നമഃ.